ഇന്നൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് നമുക്ക് പരിചിതമായ സൂറത്താണ്. ഇത് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കനൽപദങ്ങളിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും എങ്ങനെയാണ് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവരവർ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട്. ഈ സൂറത്ത് ഓതിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും. എത്ര ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കിട്ടാൻ അത് കാരണമാകുന്ന അത്ഭുതകരമാകുന്ന സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് കാണാവുന്നതാണ്. കിതാബുകളിലൊക്കെ കൃത്യമായി ഈ വിഷയം പറയുന്നുണ്ട്. ഈ സൂറത്ത് ഇത്ര സമയം, ഇത്ര തവണ ഈ സമയത്ത് ഓതിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ, അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ചില അമലുകളും കാണാം. മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഖബറിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹത്വമുള്ള ആ സൂറത്തിൻ്റെ ചെറിയൊരു വിവരണമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും വിളിക്കാതെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും നോക്കാൻ കഴിയാറില്ല. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേഷനും വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചിതമായ സൂറത്താണ്, സൂറത്തുൽ ഖദ്ർ. എല്ലാവർക്കും അറിയാം. ഇന്നാ അൻസൽനാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വളരെ സവിശേഷമേറിയ സൂറത്ത്. ഇത് നമ്മൾ വുളു എടുത്ത് കഴിഞ്ഞ് വുളുവിന് ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് 3 തവണയൊക്കെ പാരായണം ചെയ്താൽ ലഭിക്കുന്ന വലിയ ഗുണങ്ങളുണ്ട്. അറിയാവുന്നവരെന്ന് എഴുതി അറിയിക്കുക. നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖദ്റിന്റെ മഹത്വം അത് അപാരമാണ്, വളരെ പ്രസിദ്ധമാണ്. ഐശ്വര്യം നേടാനും പ്രയോജനപ്രദമായ ഈ ഒരു സൂറത്ത് ഐശ്വര്യം നേടാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ വളരെയധികം പ്രയോജനപ്രദമാണ് ഈ സൂറത്ത്. നമ്മൾ കൃത്യമായി അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാനരായ ഷെയ്ഖ് അഹ്മദ് ബിൻ അജീലിനോട് ഒരിക്കൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ദാരിദ്ര്യത്തിനെ സംബന്ധിച്ച ഒരാൾ പരാതി പറയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയില്ല, സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല, സാമ്പത്തികമായിട്ട് ശോഷിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാനരായ അജീലിനോട് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി, ആ ശൈഖ് അവറുകൾ മറുപടി പറയുന്നത് സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുക, എന്നിട്ടൊരു ദുആ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദുആ ചെയ്യുക എന്നും പറയുന്നുണ്ട്. ഇവിടെ അത് വളരെ പ്രസിദ്ധമായൊരു ദുആയാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. ആഗിസ്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആ. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദുആ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് തന്നെ ഓതിയാൽ മതി. വളരെ ലളിതമായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദുആ പോലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ ആ ദുആ നമ്മൾ സ്ക്രീനിൽ എഴുതിയിട്ട് കാണിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. നമ്മുടെ ഏത് പ്രതിസന്ധികളും, സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് അവൻ്റെ വല്ല ആവശ്യവും നേടിയെടുക്കണം, അത് നിറവേറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൂറത്തുൽ ഖദ്ർ 41 തവണ പാരായണം ചെയ്യട്ടെ. അതിനുശേഷം
ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് സൂറത്തുൽ ഖദർ 41 തവണ പാരായണം ചെയ്ത് ഉടനെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ അമല്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളൊരു മാർഗവും കൂടെയാണത്. സൂറത്തുൽ ഖദർ നമുക്കറിയാം, അത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രിയാണത്. രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള പകലേതാ? അത് അറഫയുടെ പകലാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിനെ വിശദീകരിക്കുന്ന വളരെ സവിശേഷമേറിയ ഒരുപാട് എഅ്ജാസുകൾ, ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തിലെ ഓരോ പദങ്ങളിലും ഓരോ ആയത്തുകളിലും ഓരോ വാചകങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. തഫ്സീറിൻ്റെ കിതാബുകളൊക്കെ, തഫ്സീറുൽ റാസി, തഫ്സീറുൽ ഖുർത്തുബി ഒക്കെ ഉൾപ്പെടെയുള്ള കിതാബുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിൽ നിന്ന് മുജ്തഹിദുകളായ ഇമാമുകൾ, അതേപോലെ തന്നെ നമുക്ക് മുമ്പേ കടന്നുപോയ മദ്ഹബിൻ്റെ ഇമാമുമാർ, അഇമ്മത്തുകൾ, ഇവരൊക്കെ ഇതിൽ നിന്നും കടഞ്ഞെടുത്ത എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ മാത്രം പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അപ്പോൾ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു അമല് പറഞ്ഞു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഹബീബായ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായോ? ഇല്ല, നമുക്കതിനുള്ള അവസരം ഉണ്ടായില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ടു എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. നമ്മളൊക്കെ മുത്തുനബി തങ്ങളുടെ സമുദായമാണ്. അത് ഉമ്മത്തു മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ഭാഗ്യമാണ്, തൗഫീഖാണ്. ആ ഹബീബായ തങ്ങളെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. നമുക്ക് ആ മുത്തുനബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം, അല്ലേ? മനാമിൽ കാണണം, അല്ലെ യഖ്ലത്തിലും ഉണർവിലും നബിതങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മനാമിൽ, സ്വപ്നത്തിൽ, നമ്മുടെ കിനാവിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ നമുക്കിതുകൊണ്ടുള്ളൊരു അമലുണ്ട്. എത്രയോ ആളുകൾ മുത്തുനബി തങ്ങളെ സൂഫി വര്യന്മാർ, ഔലിയാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ, സ്വപ്നത്തിൽ കണ്ടു. നമുക്കും കാണണം. ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഹബീബായ തങ്ങളോട് സഹവാസം പുലർത്തിയിരുന്ന സ്വഹാബി വര്യനാകാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. സ്വഹാബി വനിതയാകാൻ ഭാഗ്യമുണ്ടായില്ല, സ്വഹാബിയത്താകാൻ. പക്ഷേ നമുക്ക് ഹബീബായ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണണം. അങ്ങനെ കണ്ട എത്ര മഹാന്മാരുണ്ട്. അതിന് നല്ലോണം ഇഷ്ക് വെക്കണം, നല്ല ആഗ്രഹം വേണം, നല്ല മുത്തുനബി തങ്ങളെ കാണണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ പലതും ചെയ്യണം. അപ്പോഴാണ് കാണാൻ പറ്റുക. ഇഷ്ക് വേണം. അങ്ങനെ ഇഷ്ക് കൊണ്ടാണ് മഹാന്മാരെല്ലാം പറഞ്ഞത്, ആ ഹബീബായ തങ്ങൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ എന്ന് കവികൾ പാടിപ്പോയത് അതുകൊണ്ടാണ്. ആ ഹബീബായ തങ്ങൾ ജീവിച്ച് നടന്നുപോയ ആ മരുഭൂമിയിലെ ഒരു മണൽത്തരിയായിരുന്നെങ്കിൽ എന്ന് ഇഷ്കോടുകൂടെ പറഞ്ഞു. ആ ഇഷ്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മുത്തുനബി തങ്ങളെ കാണാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് വെള്ളിയാഴ്ച 1000 തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അയാൾ മരണപ്പെടുകയില്ല എന്ന് സ്വാലിഹീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നല്ലൊരു അമലാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാം. നല്ല സമയം ഉണ്ടാകുമ്പോൾ, നല്ല വിശാലമായ സമയം ഉണ്ടാകുമ്പോൾ വലിയൊരു സംഖ്യയാണ്, പൂർത്തീകരിച്ച് കിട്ടൂല എന്നുള്ള സംശയമൊന്നും വേണ്ട. കരുതിയാതെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് നടക്കും. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ മദീന എന്നൊന്ന് എഴുതി അറിയിക്കുക. അള്ളാഹു ആ ഇഷ്ക് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി നോക്കൂ, വളരെ സവിശേഷമേറിയ ഒരു അമല്. ഒരാൾ ധരിക്കുന്ന അവരുടെ വസ്ത്രത്തിലോ മറ്റേക്ക് അത് പ്രത്യേകമായിട്ട് കുങ്കുമം കൊണ്ട് പ്രത്യേകമായിട്ട് അത് എഴുതിയിട്ട് അതിൽ മുക്കിയിട്ട്, വസ്ത്രം അതിൽ മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ നെഞ്ച് ഭാഗത്തൊക്കെ 2 രൂപത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഒന്ന്, അയാളുടെ വസ്ത്രം ഈ ആയത്ത് ഓതിയതിൽ, ഈ സൂറത്ത് ഓതിയതിൽ പ്രത്യേകമായിട്ട് മുക്കുക. രണ്ടാമത്തത്, നമ്മൾ ഒരാളടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഒരാളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിയുന്നില്ല.
ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് തിരിയുന്നില്ല. എന്നാൽ അയാളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു അമലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിക്കും നമ്മൾ ഇപ്പോൾ നമ്മളെ മോൾക്ക് വിവാഹമായി അല്ലേ, വിവാഹത്തിൻ്റെ സമയമായി, എത്ര ആയിട്ടും മോള് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിന് അതിലേക്ക് ഒരിക്കലും സമ്മതം തരുന്നേയില്ല. അപ്പോൾ അവൾക്ക് എന്തോ ഒരു അഫെയർ എന്തോ ഉണ്ട് എന്നുള്ളത് ആരൊക്കെയോ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് സമ്മതിക്കാത്തത് എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ മോളെ വായിന്ന് കിട്ടുന്നില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓളെടുത്തുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അമലുണ്ട്. ഏതാളായാലും അത് പറയുന്നുള്ളത് ഉറപ്പാണ്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പറയുന്ന സംഭവം ചെയ്താൽ, ഞാനിതൊരു പബ്ലിക് ഡൊമൈനിൽ പറയുന്നില്ല, അതിങ്ങനെ ആവശ്യക്കാർക്ക് മാത്രം മതിയല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്ത് പറയുന്ന രൂപത്തിൽ ചെയ്താൽ, അത് ഉറങ്ങുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ആ പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ അത് ആണാണോ പെണ്ണാണോ എന്താവട്ടെ, ഉറക്കം ശക്തി പ്രാപിച്ച സമയത്താണത് ചെയ്തതെങ്കിൽ തീർച്ചയായും അവളത് പറയും, അവനത് പറഞ്ഞിരിക്കും. എത്രയോ അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ ഒരു രോഗങ്ങൾ മാറാൻ എന്തെങ്കിലും വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 36 തവണ ഈ സൂറത്ത് പാരായണം ചെയ്ത് വെള്ളത്തിൽ ഊതുക. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത്. ആ വെള്ളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പുതുവസ്ത്രമാണെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രം അതിൽ മുക്കിയിട്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യദായകമായ ജീവിതവും നമ്മിലേക്ക് കടന്നു വരാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, സൂറത്തുൽ ഖദറും സൂറത്തുൽ ഇഖ്ലാസും 10 വീതം ശുദ്ധമായ ജലത്തിൽ ഊതുക. അത് ഒരു നല്ല പുതിയ വസ്ത്രം അതിൽ നനച്ച് ഉണക്കി ധരിച്ചാൽ അത് ധരിക്കുന്ന കാലത്തോളം സുഖജീവിതമുണ്ടാകും. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, കുറേ സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞിട്ട് പല കിതാബുകളിലും കാണാവുന്ന ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖബർ അടക്കുന്ന സമയത്ത് ഖബറിൽ നിന്നുള്ള മണ്ണെടുക്കുക. അത് മറവ് ചെയ്യുന്ന സമയത്തുള്ള മണ്ണാണ് എടുക്കേണ്ടത്. അങ്ങനെ അതിൽ സൂറത്തുൽ ഖദർ 7 തവണ പാരായണം ചെയ്യണം. അങ്ങനെ ഓതിയിട്ട് മയ്യത്തിൻ്റെ കഫം പുടവയിലോ ഖബറിലോ അത് വെക്കണം. എന്നാൽ ആ മയ്യത്തിനെ ഖബറിൽ ശിക്ഷിക്കുകയില്ല. ഇത് ചില ഫിഖഹിൻ്റെ കിതാബുകളിലേക്ക് ഇത് കാണാവുന്നതാണ്. ഫിഖഹിൻ്റെ കിതാബ് പറഞ്ഞാൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ നിസ്കാരം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് അതിൻ്റെ അതിൻ്റെ ആ കിതാബിനെ വിശദീകരിച്ച് അതിൻ്റെ ഹാഷികളും ഷെർഹുകളും ഒക്കെ എഴുതിയ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞ് കാണാവുന്നതാണ്. അത് പ്രത്യേകമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാന കിതാബുകളൊക്കെ ഓതുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ തുഹ്ഫ ഓതുമ്പോൾ അല്ലെങ്കിൽ ഫതുഹുൽ മുഈനൊക്കെ ഓതുമ്പോൾ ഇആനത്തു ത്വാലിബീന്, തർശിയ ഇങ്ങനെ പോലെയുള്ള കിതാബുകളൊക്കെ ഇങ്ങനെ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ അതിലെ നോട്ടത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ട ഒരു വിഷയം കൂടെയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം ആത്മീയ നിർവൃതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം.